ഹലോ ഫ്രണ്ട്സ്, 2024 മലയാള സിനിമാ പ്രേക്ഷകർക്ക് മികച്ച ഒരു വർഷമാണ്. 2024 6 മാസം പിന്നിടുമ്പോൾ മലയാള സിനിമയ്ക്ക് മികച്ച ഒരു പിടി സിനിമകളാണ് ലഭിച്ചത്. അതിൽ കൂടുതലും മികച്ച കളക്ഷൻ നേടി സൂപ്പർ ഹിറ്റായവ. 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രങ്ങൾ 4 എണ്ണമാണ്. അതിൽ 250 കോടി രൂപയോളം കളക്ട് ചെയ്ത ചിത്രവുമുണ്ട്. അവസാനമായി മമ്മൂക്കയുടെ ടർബോയും പൃഥ്വിരാജിന്റെ ഗുരുവായൂരമ്പല നടയിലും 100 കോടിക്കരികെ ഓട്ടം നിർത്തി. എന്നാൽ ഇപ്പോൾ മലയാള സിനിമയ്ക്ക് കളക്ഷന്റെ കാര്യത്തിൽ ശുഭകരമായ വാർത്തയല്ല വരുന്നത്. മലയാള സിനിമയുടെ 100 കോടി ക്ലബ്ബുകളുടെ എണ്ണം കൂടുന്തോറും ഇഡിയുടെ നോട്ടവും വരികയാണ്. 250 കോടി നേടിയ മഞ്ഞുമ്മൽ ബോയ്സ് ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ഇഡി ഇപ്പോൾ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. അത് ഇതുവരെയുള്ള എല്ലാ സിനിമകളുടെയും കളക്ഷനെ പരിശോധിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ 100 കോടി ക്ലബ്ബുകളും 50 കോടി ക്ലബ്ബുകളും ഇനി മലയാളത്തിൽ പ്രയാസമായിരിക്കും. മലയാളത്തിൽ ആദ്യം 100 കോടി നേടിയത് മോഹൻലാലിന്റെ പുലിമുരുകനായിരുന്നു. അതിനുശേഷം കുറച്ചു മലയാള സിനിമകൾ ഈ നേട്ടം കൈവരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്നാൽ 2024 മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രം 250 കോടി രൂപ കളക്ട് ചെയ്തത്. മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കളുമായി പല പ്രശ്നങ്ങളും ഉണ്ടായതായി സോഷ്യൽ മീഡിയയിൽ തന്നെ ന്യൂസുകൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതുവഴിയാണ് ഇഡി മലയാളത്തിൽ എത്തിയത്. സേതുരാമൻ സിബയും ബാബ കല്യാണിയും കമ്മീഷണറുമൊക്കെ അടക്കി ഭരിച്ച മലയാള സിനിമയിൽ യഥാർത്ഥത്തിൽ ഇടി വരുമ്പോൾ ആരൊക്കെ മുട്ടുവിടക്കും എന്നത് നമുക്ക് കണ്ടറിയാം. ഇതിനെ പറ്റിയുടെ നിങ്ങളുടെ കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ മറക്കരുത്. യഥാർത്ഥത്തിൽ 100 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത മലയാള ചിത്രങ്ങൾ ഏതൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്തൂ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താനും മറക്കരുത്. ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെ അത്യാവശ്യമാണ്. താങ്ക്